ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ആകെ മൊത്തം ഷോക്കിങ്ങിലായിട്ടുണ്ടായിരുന്ന അനുമോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ആദിലയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇവർ തമ്മിലുള്ള ആ ഒരു പിണക്കം ആ ഒരു സമയം കൊണ്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അനീഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പുറത്തായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ, ചേട്ടാ എനിക്കിഷ്ടമൊന്നുമല്ല, ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞേനെ എന്നുള്ള രീതിയിൽ ആദിലയോട് പറയുന്നുണ്ട്. അകത്തിരിക്കുമ്പോൾ എനിക്കത് പറയാൻ പറ്റത്തില്ല. പുള്ളിക്കാരൻ എന്നെ വല്ല ഷൗട്ട് ചെയ്താലോ, ഇനി അതല്ലെങ്കിൽ പുള്ളിയുടെ ഗെയിമിനെ വല്ല ബാധിച്ചാലോ, ഇനിയിപ്പോൾ 10 ദിവസം കൂടെയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആശങ്കപ്പെടുന്ന അനുവിനെ നമുക്ക് ലൈവിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനുശേഷം അനീഷിനെ പല റേഞ്ചിൽ നിന്ന് നോക്കുന്നുണ്ട്. അനീഷാണെങ്കിൽ ഒരു മൈൻഡും കാണിക്കുന്നില്ല. അനീഷിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. കാരണം കൃത്യമായ രീതിയിലുള്ള മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അനുമോളുടെ മറുപടി ഇതാണ്: എനിക്ക് താല്പര്യമൊന്നുമില്ല, പക്ഷേ അനീഷേട്ടൻ ഇങ്ങനെ ഒന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് പുള്ളിക്കാരുടെ ഗെയിമിനെ ബാധിക്കുന്ന ഓർത്തുകൊണ്ട് ഞാൻ അങ്ങനെ അതിലോട്ട് പോകുന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എനിക്കറിയില്ല, ഇവർ ഇന്നലെയൊക്കെ ആണെങ്കിലും കുറച്ചധികം തന്നെ കാര്യങ്ങളൊക്കെ തന്നെ സംസാരിക്കാറുണ്ടെന്ന്. അപ്പോൾ അനീഷ് ഭയങ്കര കെയറിങ് ആണ്. ഞാൻ പൊക്കോട്ടെ, വന്നോട്ടെ, ഇരുന്നോട്ടെ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ചോദിക്കാറുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾ ക്രഷൊക്കെ ആണെന്ന് പറയുന്ന സമയത്ത് പുള്ളിക്കാൻ ആകെ മൊത്തത്തിലൊരു നാണമാണ്. അപ്പോൾ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ആയതുകൊണ്ടാണോ ഇപ്പം അനീഷ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്? എന്തായാലും അനീഷ് ചോദിക്കാനുള്ള ചോദിച്ചു, അനുമോൾ അത് പറയാനുള്ളതും പറഞ്ഞു. ഇനിയിപ്പം ബാക്കി കാര്യങ്ങൾ അവരാണ് തീരുമാനിക്കേണ്ടത്. അനീഷ് ഒരു മൈൻഡും കൊടുക്കാത്ത രീതിയിലാണ് നിൽക്കുന്നത്. നമുക്ക് നോക്കാം. അനീഷ് ആയേണ്ടത് ഒന്ന് സംസാരിക്കും. കാരണം പുള്ളിക്കാരൻ അങ്ങനെയാണല്ലോ, എല്ലാ വിഷമങ്ങളും ഒരു ദിവസം പോലും കൊണ്ട് നടക്കാത്ത ആളാണല്ലോ. അതുകൊണ്ട് തന്നെ അനീഷ് അത് സംസാരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം അനീഷിൻ്റെ മറുപടിക്കായിട്ട്. അതിലൂടെ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഷാനവാസിൻ്റെ അടുത്ത് വന്ന് ഇനിയിപ്പോൾ പറയണോ വേണ്ടേ എന്നുള്ള രീതിയിൽ വീർപ്പ് മുട്ടിക്കുന്ന അനുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അനാവശ്യമായിട്ട് വീണ്ടും ആൾക്കാരോട് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതെല്ലാം എയർ ചെയ്യുന്ന കാര്യങ്ങളാണ്. നെഗറ്റീവായി സ്വയമേ നാണം കിടന്നൊരു അവസ്ഥയിലോട്ട് വരാതിരിക്കട്ടെ. അതുകൊണ്ട് തന്നെ ആൾക്കാരോട് കൂടുതൽ സംസാരിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. നമുക്ക് നോക്കാം. കൂടുതൽ അപ്ഡേറ്റുമായി ഉടൻ തന്നെ നമ്മൾ ഈ ചാനലിലൂടെ വരുന്നതായിരിക്കും.